ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ക്രാഫ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ. നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ സിമ്പിളായിട്ട് എങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ആദ്യം തന്നെ എടുക്കുന്നത് ഇതുപോലെ ഒരു നല്ലൊരു വൈറ്റ് ക്ലോത്താണ്. വൈറ്റ് എന്ന് പറയാൻ ഒരു ഓഫ് വൈറ്റ് ക്ലോത്താണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു ക്ലോത്ത് എടുത്തിട്ട് ഇതാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ കുറേ കാലമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു ക്ലോത്താണ് കേട്ടോ. ഇത് നമ്മുടെ ടെക്സ്റ്റൈൽസിൽ നിന്നൊക്കെ കിട്ടുന്ന കട്ട് പീസാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കട്ട് പീസ് എടുക്കുന്ന സമയത്ത് നമുക്ക് അധികം റേറ്റ് ആവില്ല ഇങ്ങനത്തെ ക്ലോത്തിന്. ഇതിനിപ്പോൾ 30-40 ആ ഒരു റേഞ്ചിലേ ഉള്ളൂ. അപ്പം ഇത് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ വിരിച്ചിടും. നന്നായിട്ട് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലമാവണം. അതാണ് ആദ്യത്തെ കാര്യം നമ്മൾ നോക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വിരിച്ചിടാം. ഈ വീഡിയോയിൽ ആദ്യം തന്നെ ഞാൻ പറയുകയാണ്, ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ബിഗിനേഴ്സിൻ്റെ അടുത്ത് കൂടുതൽ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനത്തെ ആളുകൾ മാത്രം വീഡിയോ കാണുക കേട്ടോ. അപ്പോൾ നമ്മൾ വിരിച്ചിടുമ്പോൾ കുറച്ചിങ്ങനെ ചുളിവുകളാക്കി വെക്കണം കേട്ടോ. എന്നാലേ ആ ഒരു ഭംഗി നമുക്ക് കിട്ടുകയുള്ളൂ. ഇനി എൻ്റെ കയ്യിൽ ഈ ഒരു കളറ് ക്ലോത്തും ഉണ്ട്. ഇത് നമുക്ക് അധികം അങ്ങോട്ട് യൂസ് ആവില്ല. ഈ വൈറ്റ് തന്നെയാണ് നമുക്ക് കൂടുതൽ യൂസ്ഫുൾ ആവുക കേട്ടോ. കയ്യിൽ ഇങ്ങനത്തെ ഫർ ക്ലോത്തും ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമൊക്കെ ഞാൻ ക്രാഫ്റ്റ് ചെയ്യേണ്ട സമയത്ത് ഈ ഫർ ക്ലോത്ത് വെച്ചിട്ട് ഞാൻ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഇങ്ങനത്തെ ക്ലോത്തിലോട്ട് മാറിയതാണ് കേട്ടോ. പിന്നെ ഇതുപോലത്തെ ഒരു വുഡ്, ഈ വുഡും നമുക്ക് അത്യാവശ്യമാണ്. ഇനി വുഡിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതായാലും മതി. ഇനി ഞാനിപ്പോൾ ഒരു പോളറോയിഡ് ഫോട്ടോസ് പോലത്തെ കുറച്ച് ഫോട്ടോസാണ് ഞാൻ വീഡിയോ എടുക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഇതേപോലെ ഒരു സ്റ്റാൻഡും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളുടെ കയ്യിൽ എക്സ്ട്രാ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ എൻ്റെ കയ്യിലൊരു റിബൺ ഉണ്ടായിരുന്നു, ഒരു വൈറ്റ് കളർ റിബൺ ഉണ്ടായിരുന്നു. അപ്പോൾ ആ റിബണും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഫ്ലവേഴ്സൊക്കെ വാങ്ങിയിട്ടുണ്ട്. ആ ഫ്ലവേഴ്സും ഇതേമാതിരി കുറഞ്ഞ വിലക്ക് കിട്ടിയപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. അത്രയും ഫ്ലവേഴ്സിന് 10 രൂപക്കൊക്കെ കിട്ടിയപ്പോൾ ഒരു കുഞ്ഞു ഫ്ലവേഴ്സൊക്കെ അങ്ങനെ കിട്ടിയപ്പോൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് വലിയ ഫ്ലവേഴ്സ് 20 ആ ഒരു റേഞ്ചിലൊക്കെ കിട്ടിയ സമയത്ത് ഞാൻ വാങ്ങിയതായിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ചുകൂടെയൊക്കെ കാര്യങ്ങളുണ്ട്. അതൊന്നും നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് കാര്യമില്ല. കാരണം ഞാൻ ബിഗ്നേഴ്സിനുള്ള വീഡിയോ ആണല്ലോ എടുക്കുന്നത്. ബിഗ്നേഴ്സിന് എന്തായാലും അത്രയും സാധനങ്ങൾ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഞാൻ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. ഇത്രയും സാധനങ്ങൾ മതി നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ. ഇത്രയും കാര്യങ്ങൾ മതി. അപ്പം ഇതുപോലെ കുറച്ച് ഫ്ലവേഴ്സ് കൊടുക്കുക. നമ്മളെ കയ്യിൽ എത്ര ഫ്ലവേഴ്സാണ് ഉള്ളത് വെച്ചെങ്കിൽ അത് എടുത്താൽ മതി. ഇത് വാങ്ങിക്കണം എന്ന് നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഏത് ആംഗിളിലാണ് നമുക്ക് വേണ്ടത് ഫോട്ടോസ് എന്ന് വെച്ചെങ്കിൽ അങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഫ്ലവേഴ്സ് ഇത് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലവേഴ്സ് നമ്മൾ എടുക്കുന്ന ആ ഒരു ഫോട്ടോ ഏത് കളർ കോമ്പിനേഷനാണ് വേണ്ടത് വെച്ചെങ്കിൽ അങ്ങനെ ഫ്ലവേഴ്സ് വെച്ച് കൊടുത്താൽ മതി. ഞാൻ പിന്നെ കയ്യിലുള്ള കുറച്ച് ഫ്ലവേഴ്സൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഈ റെഡ് ഫ്ലവറൊക്കെ വെക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ആ ഫോട്ടോസ് കുറച്ചുകൂടെ ഭംഗിയായിട്ട് തോന്നാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അങ്ങനെ ഞാൻ ഇതൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ചുകൂടെയൊക്കെ ഫ്ലവേഴ്സ് ഉണ്ട്. ഇങ്ങനെ വൈറ്റ് കളറ് ഇതേമാതിരി കുഞ്ഞു കുഞ്ഞു കുറച്ചൊക്കെ ഫ്ലവേഴ്സ് ഉണ്ട്. പക്ഷേ ഞാൻ അത് എല്ലാം കൂടെ നമ്മൾ വെച്ച് കൊളാക്കണ്ടല്ലോ. പിന്നെ അത്രയും സാധനങ്ങളൊന്നും ഞാൻ വെക്കണില്ല. അപ്പോൾ ഇത്ര കുഞ്ഞു സാധനങ്ങൾ വെച്ചിട്ടാണ് ഇപ്പം ഞാൻ ഫോട്ടോസ് എടുക്കുന്നത് കേട്ടോ. ഇനി അവിടെ കാണിക്കുന്ന ഫോട്ടോസ് എല്ലാം എൻ്റെ സിസ്റ്ററുടെ മോളതാണ്. അപ്പം ഈ ഫോട്ടോസ് എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് ഞാൻ അത് എടുത്തതാണ് കേട്ടോ. അപ്പം ഇങ്ങനെ കുറച്ച് ഫോട്ടോസാണ്, പോളറോയിഡ്സ് അല്ല എന്നാലും കുറച്ച് ഇതുപോലെയുള്ള ഞാൻ ഇത് കുഞ്ഞു സ്പൈറൽ ബുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ച ഫോട്ടോസാണ്. അപ്പം ഞാൻ ഇതുപോലെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ എടുത്തത്. ഞാൻ ബുക്ക് ഉണ്ടാക്കിയിട്ടില്ല. ഈ സ്പൈറൽ ബുക്ക് ഉണ്ടാക്കേണ്ട വീഡിയോ ആണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇനി നമ്മളിത് കുറച്ച് സൂം ചെയ്തിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ വീഡിയോ. ഞാൻ അതിൻ്റെ എടുത്തിട്ടുള്ള വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ നിങ്ങൾക്ക് ഇനി കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത വർക്കുകൾ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ID ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെ ബയോയിൽ. അപ്പോൾ അതൊന്ന് കയറി ചെക്ക് ചെയ്താൽ മതി. അതിനകത്ത് ഞാൻ എല്ലാം കൊടുക്കുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന വർക്കെല്ലാം അതിനകത്ത് ഉണ്ടാകുന്നുണ്ട് കേട്ടോ. എൻ്റെ ഇൻസ്റ്റഗ്രാം ID ത്രെഡ് ഓഫ് ഹോപ്പ് ബൈ അജ്മല എന്നാണ് കേട്ടോ എൻ്റെ ഇൻസ്റ്റഗ്രാം ID. അപ്പോൾ ഇത്രയും വീഡിയോസാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ ആ ഫ്ലവറിൻ്റെ ആ തണ്ട് ഭാഗമൊന്നും നിങ്ങൾ വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യരുത്. കാര്യം എന്താ വെച്ചാൽ ഞാൻ വീഡിയോ എടുത്ത സമയത്ത് ആ ഒരു തണ്ട് ഭാഗം കാണുന്നുണ്ട്, അതൊന്നും ചെയ്യരുത്. നിങ്ങൾ ആ ഫ്ലവറിൻ്റെ ആ ഒരു ഫ്രണ്ടിൽ ആ കാണുന്ന കുറച്ച് ഭാഗം മാത്രം എടുത്താൽ മതി കേട്ടോ. അങ്ങനെ ആ തണ്ടിൻ്റെ ഭാഗമൊക്കെ എടുക്കേണ്ട സമയത്ത് കുറച്ച് വൃത്തികേടായിട്ട് തോന്നും, അതുകൊണ്ടാണ്.
പിന്നെ അപ്പം ഞാൻ ഇപ്പം സെറ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു സ്പേസിലാണ് കേട്ടോ. നിങ്ങളൊരു കിണറിൻ്റെ ഒരു ഭാഗമാണ്, എനിക്ക് ആ ഭാഗത്താണ് കൂടുതൽ സൺലൈറ്റ് കിട്ടുന്നത്. അപ്പം ഞാൻ അവിടെ പോയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം ഇതുപോലെ ചെയ്യാം കേട്ടോ. ഇനി കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ